കലോത്സവം പൊടിപൊടിക്കുകയാണ്. കലോത്സവത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ചില സൗജന്യ സേവനങ്ങൾ കലാനഗരിയിൽ സജീവമായി തന്നെ തുടരുന്നുണ്ട്. അതിപ്പോൾ ഒരു ചൂടകറ്റാനുള്ള ഒരു വിശറി മുതൽ ആതുര സേവനം വരെ എത്തി നിൽക്കുകയാണ് ആ സൗജന്യ സേവനങ്ങൾ. അവരുടെ വിലമതിക്കാനാവാത്ത സേവനങ്ങളാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുവന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആതുര സേവന രംഗത്ത് നടത്തുന്ന സേവനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായി 3-ലാണ്. ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീഴലുകൾ നടക്കുന്ന വേദി കൂടിയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഈ ഗോത്രകലകളൊക്കെ നടക്കുന്നതിനാൽ തന്നെ കൂടുതൽ വിദ്യാർത്ഥികളും ക്ഷീണിച്ച് വീഴുന്നുണ്ട്. ഓരോ വേദിയിലും ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും PR-മാരുടെയൊക്കെ ഒരു പ്രത്യേക സംഘം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡോക്ടറെ, പൊതുവേ ഈ വേദിയിലാണ് കൂടുതലായിട്ടും വിദ്യാർത്ഥികളൊക്കെ തലകറങ്ങി വീഴുന്നതൊക്കെ. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സേവനം? കുഴപ്പമില്ല, ഞങ്ങൾ ORS അങ്ങനത്തെ വേണ്ട എമർജൻസി സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വയറുവേദന അങ്ങനത്തെ ഓരോന്നാണ് വരുന്നത്. ഈ കൂടുതലായിട്ട് ഈ ചൂടിൻ്റെ കാഠിന്യമൊക്കെ കൊണ്ടാണ് കൂടുതലും ഈ ഒരു വേദിയിൽ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം 32ഓളം കേസുകൾ ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആണല്ലോ, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. സന്നദ്ധമാണ് കുട്ടികളെ സേവിക്കാൻ വേണ്ടി. അതെ, കുഴപ്പമില്ല, ഓക്കെയാണ്. ഇവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ലതാണ്. കുട്ടികൾക്കും വേണ്ട സൗകര്യങ്ങൾക്ക് ഡോക്ടേഴ്സും നമ്മൾ മെഡിക്കൽ ടീമുകളായിട്ട് നമ്മൾ 6-7 പേര് നമ്മളെ ഇതിൽ പങ്കെടുപ്പിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം കൃതജ്ഞതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആംബുലൻസ് സർവീസ്. 27 സ്റ്റേജിലായിട്ട് 30ഓളം പ്രൈവറ്റ് വണ്ടികളും ഗവൺമെൻറ് വണ്ടികളും സേവാഭാരതി വണ്ടികളും അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് ഓടുന്നത്. 4 ദിവസമായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പുലർച്ചെ 2 മണി വരെ 1 മണി വരെയൊക്കെയും ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണത് ഒരു ദിവസം തന്നെ 32ഓളം കുട്ടികളാണ് കുഴഞ്ഞു വീണ് കൊണ്ടുപോയത്. രാവിലെ മുതൽ തന്നെ തുടങ്ങുകയാണ് നിങ്ങളുടെ ഓട്ടം. മിക്കപ്പോഴും ഭക്ഷണം കഴിക്കാതെ തന്നെ തുടരുന്നതെന്നാണ് ഞാൻ കേട്ടത്. അതെ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര ഈ വീഴുന്ന കുട്ടികളെ ഞങ്ങൾ എത്തിക്കുന്നത്. എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റി എന്നുള്ള നിലയ്ക്ക് ജില്ലാ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ അവലോകന മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് പറഞ്ഞത് ഫുഡ്, മെഡിക്കൽ ടീമിനുള്ള ഫുഡ് അതാത് വേദിയിൽ എത്തിക്കാന്ന് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ പറയണത് അവിടെ പോയി കഴിക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ മിനിഞ്ഞാന്ന് 32 കുട്ടികളാണ് ഈ വേദിയിൽ നിന്ന് കൊണ്ടുപോയത്. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ച് ഡോക്ടർമാരുമായിട്ട് കയറിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു ടീച്ചർ കുഴഞ്ഞു വീണു, ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി. പിന്നെ നമ്മളിപ്പോൾ തൃശ്ശൂർ നടക്കുന്ന ഒരു കലോത്സവം, എല്ലാവരും തൃശ്ശൂർക്കാരാണ്. അതിൻ്റേതായ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഇപ്പോൾ പുറമെന്ന് കഴിച്ചാലും ഇതിനോടൊപ്പം സഹകരിച്ച് പോകുന്നു. അപ്പം ഉറക്കവും ഊണുമില്ലാതെയുള്ള നിരന്തരമായ ഒരു സർവീസാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന സർവീസ്? എത്രത്തോളം സന്തോഷവാനാണ്? സംതൃപ്തിയുണ്ടോ? സംതൃപ്തി ഉണ്ട്. നമുക്ക് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയൊരു സഹായം അല്ലേ. അപ്പം ഇതാണ്, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കലോത്സവത്തിൻ്റെ വിജയത്തിനായിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആംബുലൻസ് സർവീസ്. അത് അവർ തുടരുകയുമാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.